നമ്മുടെ ആരോഗ്യ നഗരിയായ തിരുവല്ലയ്ക്ക് പൈനോവ ഹെൽത്ത് കെയർ സമ്മാനിക്കുന്ന ഒരു ആംബുലൻസ് അത് 5 to 6 മിനിറ്റ്സിലെ രോഗികൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിലേക്ക് തന്നെ പോകാം. തിരുവല്ലയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആംബുലൻസ് ഓണേഴ്സും ജോയി ആൽക്കസ് വെൽഫെയർ ഫൗണ്ടേഷനും പൈനോവ ഹെൽത്ത് കെയറും ചേർന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് EMS. EMS എന്നാൽ എമർജൻസി മെഡിക്കൽ സർവീസ്. EMSനായി പൈനോവ ഹെൽത്ത് കെയർ നൽകിയ ICU ആംബുലൻസിന്റെ ഇനോഗ്രേഷൻ ഇവിടെ നടന്നത്. ICU ആംബുലൻസിന്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ R സനൽകുമാറാണ്. ഇവരുടെ പ്രത്യേകത എന്നാൽ 24 അവേഴ്സും വർക്കിംഗ് ആണ്. അതുപോലെ തിരുവല്ലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ എന്ത് അത്യാഹിതങ്ങളോ അപകടങ്ങളോ ഉണ്ടായാലും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പ്രഥമ ശുശ്രൂഷ നൽകി ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുന്നതാണ്. പൈനോവ ഹെൽത്ത് കെയറിന്റെ ഭാരവാഹികളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. കാരണം ഏത് പാതിരാത്രിയിലും ഇപ്പൊ ഞാനൊക്കെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ വളരെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. തിരുവല്ലയിൽ ഈ ആശുപത്രികൾ 4-5 വന്നതോടുകൂടി ഞങ്ങൾക്കെല്ലാം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോൺ കോൾ വരും. ഞാനാണെങ്കിൽ ആ ഇലക്ഷന് പോയി ഒരിക്കലൊന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ ഒരു ജയിപ്പിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആശുപത്രി കേസ് വിളിക്കുന്ന കോന്നിന്ന് മിക്കവാറും പേര് നമ്മളെ പല കാര്യങ്ങൾക്കും വിളിക്കും. അപ്പൊ ഈ ജില്ലയിലെ ആശുപത്രി പ്രധാനപ്പെട്ട ഒരു സെന്ററായിട്ട് തിരുവല്ല വരികയാണ്. കൂടാതെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ആക്സസ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും ആലപ്പുഴയിലേക്കാണെങ്കിലും ഒക്കെ പോകാനുള്ള ഒരു ആക്സസും ഒരു പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് കെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ജില്ലയിൽ തിരുവല്ല ഇപ്പൊ മാറിയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ പല കാര്യങ്ങൾക്കും ആളുകളെ വിളിക്കേണ്ടി വരും. അങ്ങനെ വിളിച്ചാൽ അതിന് കൃത്യമായി റെസ്പോൺസ് ചെയ്യുന്നവരല്ലെങ്കിൽ വലിയ പ്രയാസം. ഇതിനുള്ളൊരു പ്രത്യേകത തിരുവല്ലയിൽ ഉണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും ആര് വിളിച്ചാലും ഇതിനെത്താൻ കഴിയുമെങ്കിൽ ഇതിനോട് ഓടിയെത്തും. ഇതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യും. ജനങ്ങളെ സംബന്ധിച്ച് അവർക്കതൊരു ആശ്വാസമാണ് ആ സമയത്ത്. അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ സന്നദ്ധത തുടരാനും തിരുവല്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു അടിയന്തരമായി കൊടുക്കേണ്ട സർവീസ്. അതിപ്പോ ഇവിടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു ലോഞ്ചിങ്ങും ചെയ്യുന്നു. കാരണം പലപ്പോഴും CPR കൃത്യമായി കിട്ടാത്തത് കൊണ്ടാണ് ഹൃദയ രോഗികൾ പലപ്പോഴും മരിക്കുന്നത്. നമുക്കറിയാവുന്ന പലരും പെട്ടെന്ന് യാത്ര ചെയ്ത് അങ്ങ് എത്തുമ്പോഴേക്കും മരണപ്പെട്ടു. അപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഡോക്ടർമാരെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് എല്ലാ ആശുപത്രിയിലും CPR ചെയ്യാൻ വേണ്ടി ആളുകൾ. അപ്പൊ അത് അവരെ എപ്പോ വിളിച്ചാലും കിട്ടുന്ന പോലെയാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഒരു അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ, പണ്ടാണെങ്കിൽ പാമ്പ് കടിച്ചാൽ കാൽ വ്രണം വലുതാക്കരുതെന്നാണ് ഇപ്പം കൃത്യമായി പറഞ്ഞത്. പണ്ടാണെങ്കിൽ ആളുകൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് അവിടെ വെച്ച് കെട്ടി പെട്ടെന്ന് കൊണ്ടുചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് അതിനറിയാവുന്ന ഫസ്റ്റ് എയ്ഡ് പോലും എന്താണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അറിയത്തില്ല. ഇപ്പൊ ഈ ഫോൺ സൗകര്യമൊക്കെ വന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് അറിയാം. പക്ഷെ എന്നാൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയത്തില്ല. അതിന്റെ എല്ലാം ഫലമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട്. എന്തായാലും വളരെ നല്ല ഒരു തുടക്കമാണ്. എല്ലാ നിലയിലും ഈ സംരംഭം മംഗളമാകട്ടെ. അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു. ആശംസിക്കുന്നു. ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഗോൾഡൻ അവേഴ്സ്. എന്താണ് ഗോൾഡൻ അവേഴ്സ്? അതായത് സുവർണ സമയം എന്ന് പറയും. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ MB ആക്ടിൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിനകത്തിൽ 162 എന്ന സെക്ഷനിൽ പറയുന്നത് 1 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ ഒരു സിവിയറായ ഇഞ്ചുറി സംഭവിക്കുന്ന ആളിനെ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 90% ആൾക്കാരെ നമുക്ക് രക്ഷിക്കാനാണ് സാധിക്കും. അവിടെയാണ് ആ സമയത്തിനുള്ളിൽ എത്തിക്കുക എന്നുള്ള കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് MB ആക്ടിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. അതുകൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം ഉണ്ടാക്കണമെന്നും ആ സ്കീമിനകത്തിൽ ക്യാഷ്ലെസ് ആയിട്ട് രോഗികൾക്ക് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ആ ഗോൾഡൻ അവറിൽ ചികിത്സ ലഭിക്കണമെന്നും അതിന് സെൻട്രൽ ഗവൺമെന്റ് ആ സ്കീം ചെയ്യണമെന്നും എല്ലാം വ്യക്തമായി പറയുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് ഈയിടെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായി. സെൻട്രൽ ഗവൺമെന്റ് ആ സ്കീം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിലൊക്കെ ഇടയ്ക്ക് വായിച്ചത്. പണ്ട് നമുക്ക് റോഡിൽ അപകടം പറ്റുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പേടിയായിരുന്നു. കാരണം ആരാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവൻ പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ആൾക്കാർക്ക് ആശങ്ക ഇപ്പോഴും ഉണ്ട്. അപകടം പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും കൈ കാണിച്ച് വണ്ടി കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അത് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്റെ തലയിലായി തീരുമോ എന്നൊരു പേടിയാണ്. നിയമപ്രകാരം അങ്ങനെ അല്ല.
അതിന്റെ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇൻആക്റ്റീവ് ആയ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് സ്കീമിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ മോഡൽ ആക്ടിലെ 162 എന്ന സെക്ഷനിൽ ഗോൾഡൻ അവറിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ 0 ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പോൾ എമർജൻസി ട്രോമാ കെയർ എല്ലാ സെന്ററുകളും ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ആംബുലൻസിന്റെ പ്രത്യേകതയാണ്. ആംബുലൻസുകളെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ കുഴപ്പം നമ്മൾ കണ്ടിട്ടുണ്ടോ? വളരെ പെട്ടെന്ന് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സൈലന്റ് പോകുന്നുണ്ട്. ആംബുലൻസിന്റെ ഫ്രണ്ട് എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് പുറകിൽ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ റിവ്യൂ മുறை കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആംബുലൻസിൽ നിന്ന് വായിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് തിരിച്ചെഴുതി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണ് ആംബുലൻസുകൾക്ക് സൈഡ് കൊടുക്കാതെ പോകുന്ന ചില കേസുകൾ. ഈ പോകുന്ന കാറുകാരനെ അല്ലെങ്കിൽ ബൈക്കുകാരനെ ആംബുലൻസ് സൈലന്റ് വന്നാലും ഹീറോ പോലെ റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓടിക്കുക. അതിന്റെ ചില യൂട്യൂബുകൾ വീട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ഞങ്ങൾക്ക് വരും, അത് വിളിച്ചു വരുത്തും, നമ്മൾ അവർക്ക് ട്രോഫി കൊടുക്കാറുണ്ട്. ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചെറിയ സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. വേറെ കാര്യം ഞാൻ പറയാനുള്ളത്, ഈ ആംബുലൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഒരു നിർഭാഗ്യവശാല സന്ദർഭം പറഞ്ഞു പോവുകയാണ്. ഇടയ്ക്ക് ഒരു പരാതി ലഭിക്കുകയുണ്ടായി. ആംബുലൻസുകളുടെ കുഴപ്പം അറിയാം, സാറിനൊക്കെ ലൈറ്റ് വളരെ പെട്ടെന്ന് പോകും, നമ്മൾ സൈഡ് കൊടുക്കും. ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ശരിക്കുള്ള ആവശ്യ സമയത്തിന് മാത്രമേ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പരാതി വന്നാൽ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് പിടിച്ചപ്പോഴത്തേനാണ്, ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല, അവിടുത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ ഡ്രൈവർ സൈറനെ കേട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ പേഷ്യന്റ് ഒന്നുമില്ല, അവിടുത്തെ നേഴ്സിംഗ് പഠിക്കാൻ സ്റ്റുഡൻസ് എന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും എന്താണോ പർപ്പസ് അതിനുവേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത് പൊതുജനത്തിന് പ്രയോജനകരമായി വരട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഉദ്ഘാടന ദിവസം തിരുവല്ലയിലെ പൊതുപ്രവർത്തകരും ഡോക്ടർമാരും DVSPയും MVDയും ചടങ്ങിൽ പങ്കെടുത്തു. അതിൽ ഡയാലിസിസ് പേഷ്യൻസിനുള്ള കിറ്റ് വിതരണം, ട്രാഫിക് പോലീസിനുള്ള കൊടയും ആംബുലൻസ് ഡ്രൈവേഴ്സിനുള്ള യൂണിഫോമും നൽകി. പൈനോവ ഹെൽത്ത് കെയറിന് വേണ്ടി റീജിയണൽ മാനേജർ പ്രശാന്ത് മാത്യു, ജനറൽ മാനേജർ മിഥുൻ രാജ് പണിക്കർ, CEO ഡോക്ടർ അരുൺകുമാർ. എൻ്റെ പേര് അരുൺ. ബേസിക്കലി ഞാൻ ജനിച്ചതൊക്കെ ആലപ്പുഴ, സെറ്റിൽഡ് ഇൻ ഹൈദരാബാദ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ലാംഗ്വേജ് പ്രശ്നംസ് ഉണ്ട്, അത് ആദ്യമേ പറഞ്ഞേക്കാണ്. ഞങ്ങൾ പൈനോവ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഹൈദരാബാദ് ബേസ്ഡ് ആണ്, ടോട്ടലി ഓപ്പറേഷൻ. ഞങ്ങൾക്ക് ഹെൽത്ത് കെയർ സർവീസസ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ കോർ ഫോക്കസ് ആയിരുന്നത്. അതുകൂടാതെ ഞങ്ങൾക്ക് സീനിയർ കെയർ സെന്റേഴ്സ് ഉണ്ട്, ഹോം ഹെൽത്ത് കെയർ സർവീസസ് ഉണ്ട്. വി ആർ ഡീലിംഗ് വിത്ത് എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊവൈഡിങ് മോർ സർവീസസ് ടു ദ സൊസൈറ്റി. ദാറ്റ് ഈസ് അവർ മെയിൻ വിഷൻ. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മിഥുൻ രാജ്, മിഥുൻ രാജിന്റെ ഒരു വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണ്. ഒരു ദിവസം ഇതാനൊക്കെ പ്രശാന്തിന്റെ ഫ്രണ്ടാണ് മിഥുൻ, ഇങ്ങനെ കോൺടാക്ട് ചെയ്തു. മിഥുന്റെ ഒരു വിഷൻ ഞങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ഞാൻ മിഥുനോട് പറഞ്ഞു, മിഥുൻ കേട്ടിട്ട് നല്ല ഒരു ഗുഡ് വിഷനാന്ന് തോന്നുന്നു, മിഥുൻ ഒരു പഞ്ച് ഹൈദരാബാദ് വാ, നിങ്ങൾ ഡയറക്ടേഴ്സുമായിട്ട് സംസാരിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മിഥുന്റെ വിഷൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനകത്ത് മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞ ഒരു 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് CPR അവയർനെസ് പ്രോഗ്രാം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തിരുവല്ല എമർജൻസി റെസ്പോൺസ് ടീമിനെ ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു 2 ഫോക്കസ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എൻറ്റയർ കേരളയിലെ ഒരു റാപ്പിഡ് ആംബുലൻസ് സർവീസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 3 വിഷൻസ് ആണ് പറഞ്ഞത്. സോ മിഥുന്റെ വിഷൻ കേട്ടപ്പോൾ മിഥുൻ പറഞ്ഞ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ മിഥുൻ പറഞ്ഞിരിക്കുന്നത് 5 to 6 minutes ഇന്നിപ്പോൾ പ്രൊലോങ് ആകുന്നത് ലൈഫ് സേവ് ചെയ്യാൻ ആംബുലൻസ് സർവീസുകൾ എത്താൻ വളരെ വൈകുന്നു, ബിക്കോസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ ബിൽഡ് ചെയ്ത് എല്ലാവർക്കും പെട്ടെന്ന് സർവീസുകൾ എത്തിക്കുക, അതിലൂടെ ഒരുപാട് ലൈഫ് സേവ് ചെയ്യുക. അങ്ങനെ ഒരു വിഷനാണ് മിഥുൻ റിയലിസ്റ്റിക്കലി ഞങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത്. ആ മിഷന് വേണ്ടി ഞങ്ങൾ 3 മാസത്തോളം സംസാരിച്ചു, ഡിസ്കഷൻസ് നടക്കി. അതിനുശേഷം ഞങ്ങളൊരു ഫൈനൽ ഡിസിഷനിലെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും, നിങ്ങളും എല്ലാവരും ടീമും ആംബുലൻസും എല്ലാ സർവീസസും ഞങ്ങളിവിടെ ഇപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു our vision to build a strong and more capable force to dedicate to save the life across the India. And we believe this innovative initiative will be elevate our mission to heights and create a last impact. This is our vision. Thank you. പ്രവൃത്തി ഏറ്റെടുത്ത് അത് പര്യവസാനിപ്പിക്കുവാൻ ഏറെ സന്നദ്ധരായി എത്തിയിരിക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരുണ്ട്. നമുക്കറിയാവുന്ന പണമുണ്ടെങ്കിൽ പോലും ഒരു നേരം ആഹാരമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ പറ്റാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ. പണം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ പോലും
ആശുപത്രി കൊണ്ടുപോകാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മക്കളോ പോലും ഇല്ലാത്ത ഒട്ടനവധി മാതാപിതാക്കൾ നമ്മുടെ സമൂഹം. കുട്ടികളടക്കമുള്ള ആളുകളെ വിദേശത്ത് ജോലി ചെയ്യുന്നു, വിദേശ പഠനമായി പോയിരിക്കുന്നു. മക്കളും മരുമക്കളും അടക്കമുള്ള മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും വിദേശത്ത്. 2 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ അമ്മയെ വാട്സപ്പിൽ വിളിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഞങ്ങളെയൊക്കെ പൊതുപ്രവർത്തകരെയൊക്കെ പലരും വിളിച്ചുകൊണ്ടിരിക്കുക, മൊബൈൽ ഓഫായിരിക്കും. വിദേശത്തുള്ള മക്കൾ വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ അടുക്കൽ വരെ ഒന്ന് പോയി വാട്സപ്പിൽ ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മുടെ നാടിന്റെ അവസ്ഥ പല വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ അത്തരം രീതിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ഭവനങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു സഹായഹസ്തമായി എത്തിക്കുവാൻ മിഥുൻ രാജിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ ഒരു ടീം ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷം. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം ബന്ധപ്പെടുന്നത് ഞങ്ങളെ പോലെയുള്ള ആളുകളെയാണ്. ഒരു സഹായം കിട്ടുമെന്ന ഏറെ പ്രതീക്ഷയോടുകൂടി. അപ്പൊ തീർച്ചയായും ഇതിന് സന്നദ്ധരായി ഒരു ടീം തിരുവല്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ ഒരു മനസ്സ് കാണിക്കുന്നതിൽ അതിയായ സന്തോഷം. സാമ്പത്തികം ഇതിനൊക്കെ ആവശ്യമാണ്. മറ്റു പല മേഖലകളിൽ നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടായാൽ പോലും ചില കാര്യങ്ങളിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി അത് പര്യവസാനിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികത്തിന്റെ വലിയൊരു സഹായം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. ജോയി അലുക്കാസ് തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബിസിനസ് മേഖലയിൽ നിന്ന് മാറി ഷെൽട്ടൺ അടക്കമുള്ള അവരുടെ ഒരു വലിയൊരു ടീം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന വ്യക്തിത്വങ്ങളാണ്. അവരെയും സഹായഹസ്തമായി കൂടെ നിന്നുകൊണ്ട് ഇന്ന് മറ്റു മേഖലയിലുള്ള ആളുകളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തി ജീവകാരുണ്യ പ്രവർത്തനവും അതേപോലെ തന്നെ ആംബുലൻസ് സർവീസും. നമുക്കറിയാം, തിരുവല്ല സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലെ ആംബുലൻസുകൾ അത്യാവശ്യ സമയങ്ങളിൽ വിളിച്ചാൽ നമ്മൾ വിചാരിക്കും ഇത്രത്തോളം ആംബുലൻസിന് ഓട്ടമുണ്ടോ. അത്യാവശ്യത്തിന് നമ്മൾ രാവിലെ ഒരു ആംബുലൻസ് വിളിച്ചാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്. അതേപോലെ പല കാര്യങ്ങൾക്കും ഇന്ന് ആളുകളെ കിട്ടാത്ത ഒരു സാഹചര്യം. ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ഈ ചെറുപ്പക്കാരെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനത്തിന് നിങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും ഞാനും നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാരും മറ്റുള്ള ആളുകളെയും ഒക്കെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ച് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. EMSന്റെ ഒരു പുതിയ സംരംഭം തിരുവല്ലയിൽ ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും തിരുവല്ല ഒരു മെഡിക്കൽ ഹബ്ബ് കൂടിയാണ്. അപ്പോൾ ഈ ആംബുലൻസ് സർവീസിന്റെ ഒരു ആവശ്യകത തിരുവല്ലനെ സംബന്ധിച്ച് 100% അർത്ഥവത്താണ്. അതിനുള്ള ഒരു പുതിയ സംരംഭം EMS തുടങ്ങിയത് തിരുവല്ലനെ സംബന്ധിച്ചും തിരുവല്ല നിവാസികളെ സംബന്ധിച്ചും ഒരു വലിയ ബൃഹത് പ്രസ്ഥാനത്തിന്റെ ഒരു വരവ്. പ്രത്യേകിച്ചും വീടുകളിൽ താമസിക്കുന്ന വയോധികരുടെ ഒരു നാടുകൂടിയാണ് തിരുവല്ല. പ്രത്യേകിച്ചും ഈ ഒരു സംരംഭം കൂടുതൽ ആവശ്യം ഈ വയോധികരായിട്ടുള്ള വീടുകളിലുള്ള ആളുകൾക്ക് ഒരു വലിയ ആശാപ്രവർത്തനം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചും മിഥുൻ രാജും ടീമും കൂടിയിട്ടുള്ള തിരുവല്ലയിലത്തെ ഈ ഒരു പ്രസ്ഥാനത്തിന് അതിനോട് ചേർന്ന് തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്ന AID ട്രെയിനിങ്ങും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കും ഉണ്ടായി, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും ഉണ്ടായി. ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും തിരുവല്ല ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. പെട്ടെന്ന് പോകേണ്ട ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അത്രയും നല്ലൊരു പ്രോഗ്രാമാണിത്. വളരെ സന്തോഷത്തോടെ ഇതിന്റെ ക്ഷണം സ്വീകരിച്ചതാണ്. കാര്യം ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സമൂഹത്തിന്റെ സേവന പ്രവർത്തനത്തിന്റെ പാതയിൽ ഏറ്റവും വലിയ കൈത്താങ്ങായി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓരോരുത്തർക്കും അറിയാം, എത്രയോ പാവങ്ങളെ കയ്യിൽ പൈസ ഇല്ലാതെ ആംബുലൻസ് സർവീസോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടാതൊക്കെ പ്രയാസപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇത്തരത്തിലൊരു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലും ഈ സംവിധാനം ഒരുക്കിയതും ഇതിന്റെ ഭാരവാഹികളെയും എല്ലാവരെയും ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് കാണുന്നൊരു ആന്റിസിപ്പേറ്റ് ചെയ്യുന്നൊരു വലിയ സംഗതി എന്ന് പറയാൻ നമ്മളൊരു വലിയ ദുരന്തങ്ങൾ കണ്ടവരാണ്. അപ്പൊ അതിനൊരു വലിയ പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അതിന്റെ ധാരാളം മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോ തന്നെ 22 റിലീഫ് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുകൊണ്ട് മീറ്റിംഗ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ പറ്റുമായി. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ
മുന്നോട്ടുള്ള പോക്കില് എല്ലാ അഭിനന്ദനങ്ങളും, എല്ലാ ആശംസകളും, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചതിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ അബ്ദുൾ റസാഖ്, എമർജൻസി ഫിസിഷ്യൻ. ഇപ്പോൾ തിരുവല്ല മെഡിക്കൽ മിഷനിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനമാണ് നടന്നിരുന്നത്. പൈനോവ ഹെൽത്ത് കെയർ സർവീസസിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. അതിന്റെ CPR അവയർനെസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. ഏതൊരു അപകടമോ ഒരു ഹൃദയാഘാതമോ ഒരു രോഗി പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയോ ചെയ്യുമ്പോൾ പ്രധാനമായും തുടങ്ങേണ്ട ഒരു ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയായിട്ട് വരുന്ന ഭാഗമാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ആളുടെ റെസ്പോൺസ് ഉണ്ടോ എന്ന് തട്ടി നോക്കുക. അതിനുശേഷം പൾസ് ചെക്ക് ചെയ്യുക, കരോട്ടിക് പൾസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ആളിന് CPR സ്റ്റാർട്ട് ചെയ്യുന്നു. CPR എന്ന് പറയുന്നത് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയുന്നു. നെഞ്ചിന്റെ നടുഭാഗത്തായിട്ട് കൈകൾ വെച്ചിട്ട് ശക്തമായി ഒരു 2-2.5 ഇഞ്ച് ആഴത്തിൽ പോകുന്ന രീതിയിൽ അമർത്തുക. അങ്ങനെ ഒരു 30 തവണ അമർത്തുക. അതിനുശേഷം അല്ലെങ്കിൽ 2 റെസ്ക്യൂ ബ്രെത്ത്സ് എന്ന് പറയും. അതാണ് CPRൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന് പൾസ് അറ്റൈൻ ചെയ്യുക. അതിനിടയ്ക്ക് തന്നെ നമ്മൾ കോൾ ഫോർ ഹെൽപ്പ്, ആംബുലൻസോ അതിൻ്റെ സഹായം വിളിക്കുക. അങ്ങനെ ആൾക്ക് പൾസ് ആവുകയാണെങ്കിൽ അതിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇതാണ് ആദ്യം പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ ഒരു സഹായമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ ബോധാവസ്ഥയിലായാൽ ചെയ്യേണ്ട കാര്യം. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ, തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ എമർജൻസി കൺസൾട്ടൻ്റ് ആണ്. ഇവിടെ പൈനോവ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എമർജൻസി മെഡിക്കൽ സർവീസ് എന്നൊരു പ്രോഗ്രാം ഇനാഗുറേഷന് വേണ്ടി വന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ആക്സിഡൻസ്, ട്രോമ, അത് കാരണം എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 90% മരണങ്ങളും നമുക്ക് ഈ ആദ്യത്തെ 1 മണിക്കൂർ ഒഴിവാക്കാൻ പറ്റും. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് രോഗിയെ, ആക്സിഡൻറ്റ് നടന്ന ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമും നമുക്ക് 24 മണിക്കൂറും സന്നദ്ധരായിട്ട് നിൽക്കുന്ന ആംബുലൻസ് സർവീസിനെയും പറ്റിയായിരുന്നു ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്തത്. ഹോപ്പ്ഫുള്ളി ഇനി വരുന്ന നാളുകളിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം ഞാനും ബാക്കി എമർജൻസി ഡോക്ടേഴ്സും കൂടെ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് മാക്സിമം ആക്സിഡൻറ്റ് നടക്കുന്ന ആൾക്കാരുടെ മരണം ഒഴിവാക്കാൻ അതുവഴി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട അല്ലിയേട്ടൻ, നമ്മുടെ ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത അല്ലിയേട്ടൻ, ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ ജയകുമാറിയേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഞങ്ങളുടെ CEO ഡോക്ടർ അരുൺകുമാർ, അതോടൊപ്പം തന്നെ TMMലെ HOD എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഒപ്പം ഡോക്ടർ അരുൺ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബി സാറ് ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട ഷെൽട്ടൻ വി റാഫേൽ, വിനീത് സാർ ഉൾപ്പെടെ ഈ വേദിയിലിരിക്കുന്ന ശരൺ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാം. കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ ഒരു സംവിധാനം ഇത്ര വലുതല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി അരുൺ സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 മാസമായുള്ള പല മീറ്റിങ്ങുകളും എല്ലാം കൊണ്ട് അവസാന ഘട്ടത്തിൽ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തിരുവല്ലയിൽ മാത്രം അടങ്ങിയിരുന്ന ഇത് ഇപ്പോൾ തിരുവനന്തപുരം, കൊട്ടാരക്കര, കൊല്ലം ജില്ലകളിൽ ഞങ്ങളുടെ മെഡ്വേ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ജിതിനും ഉൾപ്പെടെയുള്ള ടീമുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ, വണ്ടാനം ഉൾപ്പെടെ ഈ മാവലിക്കര വരെ ഉള്ളത് മെഡ്ലിങ്സ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ബിലാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിലാലിന്റെ ഇതുമായിട്ടാണ്, കമ്പനിയായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാർ നേരത്തെ പറഞ്ഞാൽ അടുത്ത 6 മാസം കൊണ്ട് ഓൾ കേരള ഡിവിഷൻ മൊത്തത്തിൽ ഞങ്ങളുടെ സംവിധാനം നിലവിൽ വരും. പിന്നീട് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഈ യോഗത്തിന് എത്തിച്ചേർന്ന, ഈ ഫ്ലാഗ് ഓഫ് കർമ്മം ചെയ്ത പ്രിയപ്പെട്ട കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് വെൽഫെയർ കോപ്പറേറ്റീവ് വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട സല്ലിയേട്ടനെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മുൻ മുനിസിപ്പൽ ചെയർമാൻ ജയകുമാറിയേട്ടനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബി സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ വിനീത് സാർ, ഇൻസ്പെക്ടറായിട്ടുള്ള വിനീത് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഡോക്ടർ അരുൺ, ഞങ്ങളുടെ CEO ഡോക്ടർ അരുൺകുമാർ എസ്, ഞങ്ങളുടെ റീജിയണൽ മാനേജറായിട്ടുള്ള പ്രശാന്ത് മാത്യു, കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് VS, കുറ്റൂരിലെ KCC ക്ലബിന്റെ ഭാരവാഹികൾ,
പിന്നെ കുറ്റൂർ ഫാൾക്കൺ സ്പോർട്സ് ഹബിന്റെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ തോമസ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പോലീസ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള പ്രിയപ്പെട്ട നിഷാന്ത് സാർ ഉൾപ്പെടെ എന്റെ പ്രദേശത്തു നിന്നും നമ്മുടെ എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ടീം ഏത് രാത്രിയിലും 24 മണിക്കൂറും സന്നദ്ധരായി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ മുൻ തഹസിൽദാരും സബ് കളക്ടറുമായിട്ടുള്ള പ്രിയപ്പെട്ട തുളസി സാർ ഉൾപ്പെടെ എന്റെ അമ്മയും എന്റെ സൗകര്യം എല്ലാം എത്തിച്ചേർന്നു. എല്ലാവർക്കും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ എല്ലാവരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.